റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് നടത്തിയ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ഓർ ടെക്നീഷ്യൻ തസ്തികയിൽ ചോദിച്ച ഒരു ചോദ്യം ഇങ്ങനെയായിരുന്നു. 4 പൊസിഷൻസ് ഓഫ് എ ഡൈസ് ഇസ് ഗിവൺ. ഫൈൻഡ് വിച്ച് ഫേസ് ഇസ് ഓപ്പോസിറ്റ് ഓഫ് 5. ഇവിടെ 4 ഓപ്ഷൻസും നൽകിയിട്ടുണ്ട്. അതായത് ഒരു ഡൈസിന്റെ 4 പൊസിഷൻ തന്നിട്ടുണ്ട്. 5 എന്ന ഫേസിന് ഓപ്പോസിറ്റ് ആയ ഫേസ് ഏത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഈ ചോദ്യം ഇങ്ങനെ ചെയ്യാം. ഒന്നാമത്തെയും രണ്ടാമത്തെയും ഡൈസിന്റെ പൊസിഷൻ നോക്കിയാൽ ഇവിടെ 1, 5, 1, 5 എന്ന് പൊതുവായിട്ട് കാണാം. അപ്പോൾ ഇവിടെ 1, 5, 1, 5 പൊതുവായിട്ട് വരുമ്പോൾ മൂന്നാമത്തെ വശമായി വരുന്നത് 2ഉം ഇവിടെ എന്തായിരിക്കും 6ഉമാണ്. അപ്പോൾ ഇതിൽ നിന്ന് 2 എന്ന വശത്തിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന വശം 6 ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇതിൽ തിരിച്ചു വന്നാൽ 6ന്റെ ഓപ്പോസിറ്റ് ആണ് 2. ഇതേപോലെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഡൈസിന്റെ പൊസിഷൻ നോക്കിയാൽ 5, 6 ഇവിടെ 5, 6 പൊതുവായിട്ടുണ്ട്. ഇങ്ങനെ വരുന്ന സമയത്ത് മൂന്നാമത്തെ വശമായ 1ഉം 4ഉം എന്തായിരിക്കും ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ 1ന്റെ ഓപ്പോസിറ്റ് ആണ് 4, അല്ലെങ്കിൽ 4ന്റെ ഓപ്പോസിറ്റ് ആണ് 2 എന്ന് അനുമാനിക്കാം. ഇതിൽ നിന്ന് നമുക്ക് മൂന്നാമത്തെ വശമായ ഇവിടെ 1, 2, 4, 6 ആയി. അപ്പോൾ 3 എന്ന വശത്തിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന വശം എന്തായാലും 5 എന്ന് നമുക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കും. 3 ഓപ്പോസിറ്റ് ആണ് 5, അല്ലെങ്കിൽ 5ന് ഓപ്പോസിറ്റ് ആണ് 3 എന്ന് പറയും. ഇപ്പൊ നമുക്കിവിടെ 5ന് ഓപ്പോസിറ്റ് ഏതാണ് ചോദ്യം. അപ്പൊ 5ന് ഓപ്പോസിറ്റ് 3 എന്നാണ് ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരിക. ഇത് മറ്റു വിധത്തിൽ ചെയ്യാൻ പറ്റും. എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ മൂന്നാമത്തെയും നാലാമത്തെയും ഡൈസിന്റെ പൊസിഷൻ നോക്കിയാൽ ഇവിടെ 4, 4 എന്ന ഒറ്റൊന്ന് മാത്രം പൊതുവായിട്ടുണ്ട്. ഇങ്ങനെ ഒരെണ്ണമാണ് പൊതുവായിട്ട് വരുന്നതെങ്കിൽ കണ്ടെത്താൻ വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തേൽ 4 കഴിഞ്ഞതിന് ശേഷം ഈ ക്ലോക്ക് വൈസ് ആയിട്ട് ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ 4 കഴിഞ്ഞാൽ പിന്നെ എത്ര വരും? 5 വരും, 6 വരും. അപ്പോൾ 5, 6 എന്ന് എഴുതുക. അതേപോലെ ഈ നാലാമത്തേൽ 4 ശേഷം ഇതൊന്ന് ക്ലോക്ക് വൈസ് ആയിട്ട് ചിന്തിക്കുകയാണെങ്കിൽ വരുന്നത് എന്തായിരിക്കും? 3ഉം 2ഉം ആണ്. അപ്പോൾ 4 കഴിഞ്ഞാൽ 3, 2 എന്ന് കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് 5ന് ഓപ്പോസിറ്റ് ആണ് 3 എന്നും 6ന് ഓപ്പോസിറ്റ് ആണ് 2 എന്നും നമുക്ക് കണ്ടെത്താൻ വേണ്ടി വരും. അപ്പോൾ 5ന് ഓപ്പോസിറ്റ് ആയിട്ട് 3, അല്ലെങ്കിൽ 3ന് ഓപ്പോസിറ്റ് ആണ് 5, അതുപോലെ 6ന് ഓപ്പോസിറ്റ് ആണ് 2 എന്ന് കിട്ടും. ഇനി 4 തീർച്ചയായിട്ടും 4ന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും വരിക? 4ന് ഓപ്പോസിറ്റ് 1 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ചോദിക്കുന്നത് 5ന് ഓപ്പോസിറ്റ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ 5ന് ഓപ്പോസിറ്റ് 3 കിട്ടും. ഈ രീതിയിൽ അത് കണ്ടെത്താൻ വേണ്ടി സാധിക്കും. നമ്മൾ അങ്ങനെ ഈ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യാം.